അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഞാൻ നേരത്തെ ഫ്രാൻസിസ് ജോർജ് MP-യുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസ് ഈ ലീഗിന്റെ പരിധിയിലേക്ക് വന്നതിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെ നട്ടെല്ല് നിവർത്തി ഒരഭിപ്രായം പറയാൻ കഴിയുന്നില്ല ഇമാതിരി വിഷയങ്ങളിൽ എന്നതല്ലേ ഊഹിച്ചെടുക്കേണ്ടത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അത് അത്രമേൽ സമ്മർദ്ദത്തിലാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കെ കരുണാകരന്റെയോ AK ആന്റണിയുടെയോ അല്ലെ ഉമ്മൻചാണ്ടിയുടെയോ കാലത്താണെങ്കിൽ KCBCക്ക് ഇത്തരത്തിലൊരു കത്ത് എഴുതണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്തരത്തിലൊരു കാര്യം ഉണ്ടായാൽ കോൺഗ്രസിന്റെ നേതൃത്വവുമായി വലിയ ലേസൺ വർക്ക് ഉള്ള ഒരു സംവിധാനമാണ് KCBC. ഞാൻ UDFന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളല്ലേ, എനിക്കറിയാം എത്രമാത്രം സഭയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിന്നിരുന്നു എന്ന്. പക്ഷെ ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലെന്ന് മാത്രമല്ല, AKCC എത്രയോ പ്രാവശ്യങ്ങൾ എത്രയോ വിഷയങ്ങൾ കോൺഗ്രസിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം കേരളത്തെ ഈ അടുത്ത കാലം വരെ കേരളത്തെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുനമ്പത്ത് എങ്ങനെ വന്നു എന്നുള്ളത്, മുനമ്പത്ത് ശരിയാണ് കൊലപാതകമോ അല്ല ഇത് പ്രക്ഷോഭങ്ങളോ ഉണ്ടായില്ല. മണിപ്പൂരിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ച ഞങ്ങളാരുമല്ല, മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മണിപ്പൂരിനെ കുറിച്ച് വിശദീകരിക്കേണ്ട വന്നത്. പക്ഷേ ഇവിടെ മുനമ്പത്തെ ജനതയെന്ന് പറയുന്നത് പ്രത്യേകിച്ചും 610 കുടുംബങ്ങൾ, അതിനകത്ത് ഒരു വിഭാഗം മാത്രമല്ല, ലത്തീൻ വിഭാഗം മാത്രമല്ല, അവിടെ SNDP-കാരുണ്ട്, ധീവര സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരെയൊക്കെ ഒരു ലാഘവത്തോടു കൂടി എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വിഷയങ്ങൾ എത്ര ലഘൂകരിച്ച് കാണുന്നത് എന്താണ്? പ്രത്യേകിച്ച് സ്വാഭാവികമായും അവിടെ BJP വന്ന് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏറെക്കുറെ 1 വർഷം മുമ്പ് അവിടെ സമരം ഉണ്ടായിരുന്നു. അന്നൊന്നും VD സതീശനോ ഈ പറയുന്ന ജനപ്രതിനിധികൾ അവിടെ എത്താൻ തയ്യാറായില്ല. സ്വാഭാവികമായും BJP അവിടെ വരികയും ഈ വിഷയം കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്തപ്പോൾ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നത്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കുക, എപ്പോഴും പറയാറുള്ള 10 മിനിറ്റ്, ആ 10 മിനിറ്റ് ഇപ്പോഴും കിട്ടാറായില്ലേ, ഇപ്പോഴും തീരാറായില്ലേ? മാത്രമല്ല നിയമപരമായി നമ്മളിവിടെ കോൺഗ്രസിനെ ഞാൻ BJP-ക്കാരെന്നല്ല കോൺഗ്രസിനെ ആക്രമിച്ചിട്ടോ കോൺഗ്രസ് BJP-യോ CPM-നെ ആക്രമിച്ചിട്ടല്ല. എങ്ങനെയാണ് ഈ വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ എങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസ് നേതാവും ഒരാരും, അത് ഞാൻ നിജേഷിനെ കുറ്റം പറയുന്നില്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഇവരുടെ വിഷയം എപ്പോഴും പറയും പ്രശ്നം പരിഹരിക്കാൻ 10 മിനിറ്റ് മതി, മുഖ്യമന്ത്രി വിചാരിച്ചാൽ മതി, എന്താ വിഷയം അങ്ങോട്ടേക്ക് പോകരുത്. ഇവിടെ നമ്മുടെ 3 ബൈ ഇലക്ഷനുകൾ നടന്നു. ആ 3 ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളും ഇവിടെ എറണാകുളത്ത് ലത്തീൻ അതിരൂപത എത്തിയിട്ട് പറഞ്ഞു ഇതിനിവിടെ യാതൊരു പ്രശ്നവുമില്ല, അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒപ്പമുണ്ട്, അവരെ കുടിയൊഴിപ്പിക്കില്ല. പക്ഷെ ഇപ്പൊ അതിനുശേഷം അതേ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ET മുഹമ്മദ് ബഷീർ പറഞ്ഞ എന്താണ്, അതിനുശേഷം KM ഷാജി പറഞ്ഞ എന്താണ്, അവരെ ഇറക്കി വിടുന്ന സാഹചര്യം, അത് വഖഫ് ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഷോൺ, അത് തന്നെയാണ് ദേശീയ തലത്തിൽ പോലും വളരെ കൃത്യമായ ഒരു അജണ്ടയോടെ മുസ്ലിം ലീഗ് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വഖഫിനെതിരെ കടുത്ത പ്രതിഷേധം എന്ന രീതിയിൽ കറുത്ത റിബൺ കെട്ടിക്കൊണ്ട് അവിടെ നിസ്കാരത്തിന് ചെന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം നിജേഷ്, നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2047-ൽ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് പ്രചാരണം നടത്തുന്ന ആളുകൾ ഈ വഖഫ് വിഷയത്തിൽ വലിയ പ്രതിഷേധം നടത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രത്തെ ഛിന്നഭിന്നമാക്കുന്ന ശക്തികളുടെ കൈകളിലേക്ക് നിങ്ങൾ വലിയ ആയുധം ഇട്ടുകൊടുക്കുകയാണ്, നിങ്ങൾ അവർക്ക് പിന്തുണ നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ, അവിടെ വന്നിട്ട് നമ്മുടെ MP-മാർക്ക് പലർക്കും അവർക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ട് ഇവർക്കൊന്നും ഒരു കാര്യം പുറത്തു പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഫ്രാൻസിസ് ജോർജ് അവിടെ ക്യാമറ ഓൺ അല്ല എന്ന് വിചാരിച്ചാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്. അവിടെ ആ സമരം ഇരുന്ന ഒരു സ്ത്രീയുടെ കയ്യിലിരുന്ന മൊബൈലിലാണ് ആ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ പ്രസംഗം പറഞ്ഞത്. അത് അവർ ഗ്രൂപ്പിലിട്ടു. അങ്ങനെ മുനമ്പത്ത് നിന്നും കോട്ടയം വരെ എത്തിയപ്പോ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്ത് അവസ്ഥയാണ്? അതാണ് ഭയം എന്ന് പറയുന്നത്. ഇവരെ ഭരിക്കുന്ന ഭയപ്പാട് എന്താണ്? നിജേഷ് വളരെ ചുരുക്കി ഒരു 4 മിനിറ്റ് കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്ന് നിജേഷിലേക്ക് പോകട്ടെ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വലിയൊരു വിഷയമുണ്ട്. വഖഫിന്റെ വിഷയത്തിൽ ഇവിടെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇവിടുത്തെ ചില തീവ്രവാദ സംഘടനകൾ അങ്ങനെ കളമൊരുക്കുകയാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ടി എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. നീലിമയുടെ അഭിപ്രായം പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷ വർഗീയതയോടോ ന്യൂനപക്ഷ വർഗീയതയോടോ കൈകോർക്കാൻ തയ്യാറായിട്ടുമില്ല.
ഞങ്ങളുടെ ലക്ഷ്യം മതനിരപേക്ഷ SDPI യോട് കൂട്ടുചേർന്നത് ആരാണ് പിന്നെ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിച്ചത് ആരാണ്? ആ വിജയത്തിന്റെ അവകാശം, അതിന്റെ അട്ടിപ്പേർ അവകാശം അവകാശപ്പെട്ടത് ആരാണ്? SDPIയും വെൽഫെയർ പാർട്ടിയും. അവിടെ നിങ്ങൾ ഏത് വർഗീയതയുടെ കൂടെയാണ് എന്നത് വളരെ കൃത്യമാണ്, നാട്ടുകാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സൂചിപ്പിച്ചോണ്ടേ ഇവിടെ കാസാട പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ ഇരിപ്പുണ്ട്. ഒരു വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഇവിടെ എല്ലാ ചാനലിലും വരുമ്പോ കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഈ ഇരിക്കുന്ന പാവം മനുഷ്യരുൾപ്പെടെ. ഒരു 10 സെക്കൻഡ് എനിക്ക് ഒന്ന് കാസയുടെ പ്രതിനിധിയിലേക്ക് പോകണം. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടിയില്ല. നിങ്ങൾ ഇത്രയും കാലം കോൺഗ്രസിനെ വിശ്വസിച്ചതിന് കോൺഗ്രസ് നിങ്ങളെ ചവിട്ടിത്തെറിക്കുന്ന സമീപനം സ്വീകരിച്ചതിനെതിരെയാണ് അങ്ങയുടെ പ്രതിഷേധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ കെവിൻ പീറ്റർ, ലോകം മുഴുവൻ പലസ്തീനിലെ പാവപ്പെട്ടവന്റെ ഒപ്പം നിൽക്കുമ്പോൾ പാലസ്തീന്റെ ബാഗ് പിടിച്ച ഇന്ത്യയുടെ ഒരു MP-യെ പറ്റി കളിയാക്കുന്ന തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞൊരു ഭാഷ പാണക്കാട്ട് പോയി കാല് വിളിച്ചുവെന്ന്. ദയവ് ചെയ്ത് നീലിമ ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ കക്ഷികളോട് ചർച്ച ചെയ്യാം. അല്ലാതെ പാണക്കാട് ബോംബ് തുറക്കി വയനാട് MP പങ്കെടുത്തതിനെ അവിടെ പോയി സാഷ്ടാംഗം പറയുന്നു, ഞാൻ അടിമയാണ് എന്നൊക്കെ പറയും. അല്ല കെവിൻ പീറ്റർ പറഞ്ഞതിനാണല്ലോ എന്നോട് മറുപടി പറയാൻ പറഞ്ഞത്. ഈ ചർച്ച കാണുന്ന ആളുകൾ നീലിമ വിചാരിക്കുമല്ലോ, ഈ ചർച്ച കാണുന്ന ആളുകൾ വിചാരിക്കും കെവിൻ പീറ്ററിനും ഷോണിനും മറ്റേ ചങ്ങാതിക്ക് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നാണല്ലോ. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും സംസാരിക്കുന്നു, നീലിമ സംസാരിക്കുന്നു. അവസാനം നീലിമ കണ്ടുപിടിക്കുന്നത് കോൺഗ്രസിന് പറയാനൊന്നുമില്ല, കോൺഗ്രസിന് മറുപടിയില്ല, കോൺഗ്രസിന് നിലപാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ശക്തികൾക്കൊപ്പമായിരിക്കും ഈ 19 പേരും പാർലമെന്റിൽ നിലപാടെടുക്കുക എന്നത് വളരെ കൃത്യമാണ്.